Hi all, welcome back to our channel. അപ്പോൾ നമ്മൾ ബാക്ടീരിയയുടെ ജനറ്റിക് റീകോമ്പിനേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പാരാസെക്ഷുവൽ മെക്കാനിസം അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറയാം. ഇതിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ ആൻഡ് കോൺജുഗേഷനിലെ F+F- കോൺജുഗേഷൻ വരെ നോക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ പോർഷൻ ആണ് എന്ത് HFR F- കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡോണർ എന്ന് പറയുന്നത് HFRും റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് F-, അതായത് F- റെസിപ്പിയൻ്റ്. ഓക്കെ, സാധാരണ ബാക്ടീരിയൽ കോൺജുഗേഷനിൽ ഡോണറിൻ്റെ ക്രോമസോമൽ DNA-ക്ക് യാതൊരു പങ്കും വഹിക്കുന്നില്ല. അതായത് ഈ F ഫാക്ടർ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എന്തിലുണ്ടാവുക, ബാക്ടീരിയൽ സ്ട്രെയിൻസിലുണ്ടാവുക. ഇപ്പോൾ ഈ F+ ആണെങ്കിൽ F പ്ലാസ്മിഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാസ്മിഡും പിന്നെ ബാക്ടീരിയൽ ക്രോമസോമും ആണ് ഉള്ളത്. എന്നാൽ ചില കേസിൽ എന്താന്ന് വെച്ചാൽ F ഫാക്ടർ എന്ന് പറയുന്നത് എപ്പിസോം ആയിട്ടാണ് ആക്ട് ചെയ്യുക. എപ്പിസോം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്മിഡ് ആണ്. അത് നമ്മുടെ ബാക്ടീരിയൻ്റെ ക്രോമസോമൽ DNA ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്ലാസ്മിഡിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്മിഡ് ആണ് എന്ത്, എപ്പിസോം എന്ന് പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ F ഫാക്ടർ എന്ന് പറയുന്നത് ക്രോമസോമൽ DNA ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് റീകോമ്പിനൻ്റ് DNA ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനൻ്റ് DNA അല്ലെങ്കിൽ HFR DNA എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയൽ സ്ട്രെയിൻസ്, ഈ റീകോമ്പിനൻ്റ് DNA ഉള്ള ബാക്ടീരിയൽ സ്ട്രെയിൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ കോൺജുഗേഷൻ നടക്കും. അതുപോലെ തന്നെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹൈ റേറ്റിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലോ ആയിരിക്കും റീകോമ്പിനേഷൻ നടക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള സ്ട്രെയിൻസിനെ പറയുന്ന പേരാണെന്ത്, ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സ്ട്രെയിൻസ് അല്ലെങ്കിൽ HFR സ്ട്രെയിൻസ് എന്ന്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ F ഫാക്ടറിന് ഓട്ടോണോമസ് അല്ല. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് അല്ല. ഓക്കെ, F പ്ലാസ്മിഡ് അല്ലെങ്കിൽ F ഫാക്ടറിന് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് എന്തുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്, ക്രോമസോമൽ DNA, ബാക്ടീരിയൻ്റെ ക്രോമസോമൽ DNA ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇനി കോൺജുഗേഷൻ്റെ സമയത്ത് HFR ഡോണറും ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ HFR ഡോണറിൻ്റെയും F- റെസിപ്പിയൻറ്റിൻ്റെയും അല്ലെങ്കിൽ F- റെസിപ്പിയൻറ്റിൻ്റെയും കോൺജുഗേഷൻ്റെ സമയത്ത് ഈ HFR DNA, ഡോണറിൻ്റെ HFR DNA റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ നടത്തും. റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ HFR DNA സർക്കുലാർ ആണല്ലോ, അതെന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഈ സർക്കുലാർ ആയിട്ടുള്ള DNA ഇവിടെ എന്തുണ്ട്, സർക്കുലാർ ആയിട്ടുള്ള DNA-ൻ്റെ കൂടെ നമ്മുടെ F ഫാക്ടർ കൂടി ഉണ്ട്. ഓക്കെ, F ഫാക്ടറും കൂടി അടങ്ങിയിട്ടാണ് നമ്മുടെ സർക്കുലാർ ആയിട്ടുള്ളത്. ആ DNA എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് 2 പീസായിട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, 2 പീസായിട്ട് ഓപ്പൺ ചെയ്യും. ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ F ഫാക്ടർ ഉള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുക, ഇത് ബ്രേക്ക് ചെയ്യുക. F ഫാക്ടർ ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ് ഇത് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ F ഫാക്ടർ അടങ്ങിയിട്ടുള്ള ഒരു ലീഡിങ് സ്ട്രാൻഡും F ഫാക്ടറുടെ ഒരു പാർട്ട് ലീഡിങ് സ്ട്രാൻഡിലും F ഫാക്ടർ അടങ്ങിയിട്ടുള്ള മറ്റൊരു സ്ട്രാൻഡ് ലാഗിങ് സ്ട്രാൻഡിലും ആയിരിക്കും ഉണ്ടാവുക. ഈ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ലീനിയർ DNA-ൻ്റെ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്പിയൻ സെല്ലിലേക്ക് മൂവ് ചെയ്യും കോൺജുഗേഷൻ ട്യൂബിലൂടെ. ഈ എൻറ്റയർ DNA റെസിപ്പിയൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഒരു കണക്ഷൻ എന്താക്കും, ബ്രേക്ക് ആക്കും. അപ്പോൾ അവിടെ ഒരു DNA സ്ട്രാൻഡ് റപ്ചർ ചെയ്യും അല്ലെങ്കിൽ DNA-ൻ്റെ ട്രാൻസ്ഫർ എന്താണ്, ഇൻ്ററപ്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഒരു HFR ഡോണറിന് ഒരു പാർട്ട് മാത്രമേ എവിടേക്ക് പോകുള്ളൂ, F- റെസിപ്പിയൻറ്റിലേക്ക് പോവുള്ളൂ അല്ലെങ്കിൽ റെസിപ്പിയൻ സെല്ലിലേക്ക് പോവുള്ളൂ. ഈ DNA സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തു ചെയ്യും, നമ്മുടെ റെസിപ്പിയൻ ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതെന്ത് കൊണ്ടുവരും, ജനറ്റിക് വേരിയബിലിറ്റി കൊണ്ടുവരും. ഇത്രയാണ് നമ്മുടെ HFR-ൽ നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് എന്തിൻ്റെ, ബാക്ടീരിയൽ
റീപ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയൽ പാരാസെക്ഷൽ മെക്കാനിസത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇനി ഒരു പിക്ചറും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ബാക്ടീരിയൽ ജീനോം. ഈ ബാക്ടീരിയൽ ജീനോമിൽ എന്തുണ്ട്? എഫ് ഫാക്ടർ ഇൻ്റഗ്രേറ്റഡ് ആണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? എഫ് ഫാക്ടർ ഉള്ള ആ ഭാഗത്തൊരു ബ്രേക്കേജ് സംഭവിക്കും. എന്നിട്ട് അവിടെ റെപ്ലിക്കേഷൻ നടക്കും, റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ നടക്കും. ആ സമയത്ത് എന്താണ് നമ്മുടെ ലീഡിങ് സ്ട്രാൻഡ് എന്ത് ചെയ്യും? നമ്മുടെ റെസിപ്പിയൻ്റ് DNA റെസിപ്പിയൻ്റ് സെല്ലിലേക്ക് എന്ത് ചെയ്യും? കോൺജുഗേഷൻ ട്യൂബിലൂടെ മൂവ് ചെയ്യും. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു കോൺജുഗേഷൻ ട്യൂബ് ബ്രേക്ക് ചെയ്തിട്ട് ഡിസോൾവ് ആയിട്ട് അതെന്താവും? രണ്ടും രണ്ടായിട്ട് മാറും. അപ്പോൾ എൻ്റയർ DNA അതിലേക്ക് പോവില്ല. അപ്പോൾ ഒരു ചെറിയൊരു പാർട്ട് ഓഫ് ജീനോമ് മാത്രമേ F- സെല്ലിലേക്ക് പോവുള്ളൂ. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും? ആ F- സെല്ലിൻ്റെ ക്രോമസോമായിട്ട്, റെസിപ്പിയൻ സെല്ലിൻ്റെ ക്രോമസോമായിട്ട് ചേർന്നിട്ട് ഒരു റീകോമ്പിനൻറ്റ് DNA ഫോം ചെയ്യും. അങ്ങനെയാണ് എന്ത് ഈ കോൺജുഗേഷൻ നടക്കുന്നത്. HFR ആൻഡ് F- സെല്ലിൻ്റെ കോൺജുഗേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം, നമുക്കൊന്നുകൂടി ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.